ഈ കട തുടങ്ങിയപ്പോ മുതല് രണ്ടും കൂടെ നടത്തുന്ന പുകിലായത്. അയ്യോ ഞാനൊന്നിനും ഇല്ലേ. ഇപ്പൊ എല്ലാരും സാധനങ്ങൾ കടമൊക്കെ മേടിച്ചോണ്ടാണല്ലോ പോണത്. ഉടനെ കട പൂട്ടി കെട്ടുന്നത് കാണാം. അമ്മുമ്മ പറയുന്ന പോലെ ലച്ചു ചേച്ചിയുടെ നാക്കാണ് നാക്ക്. അതെങ്ങനെയാ മുറിച്ചു കളയാതെ ഒരു രക്ഷയില്ല. ഇവളുടെ കട ഞാൻ ഇന്ന് ശരിയായ അമ്മ ഇത് പിടിച്ചേ. അകത്തോട്ട് എങ്ങോട്ട് ഓടിപ്പോയത്? ആ നിന്റെ അനിയത്തി അല്ലയോ? അതാണ് എനിക്ക് പേടി. ഞാനേ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. ഞാൻ അപ്പുറത്തേക്ക് എങ്ങാനും മാറി നിൽക്കാം. ചോദിച്ചതിനെ ഞാൻ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞാൽ മതി. അയ്യോ കടവുളേ, എവിടെ പോയതാ? വരാമാ. എന്താ ലച്ചു ചേച്ചി എന്തേ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. നിന്റെ കയ്യിലെന്തുവാ? ഒന്നുമില്ല. കയ്യിലെന്ത് കാണിച്ചേ? ഒന്നുമില്ല. കാണിച്ചേ, കയ്യിലെന്തെന്ന് കാണിച്ചേ? ഒന്നുമില്ല. കാണിച്ചേ നോക്കട്ടെ. അയ്യോ ഇത് ലച്ചുവിന്റെ ഫോണല്ലയോ? ആ ലച്ചു ചേച്ചിയുടെ ഫോൺ തന്നെ. ഇതെന്താ നീ എടുത്തേ? എന്റെ കടയ്ക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലേ ഫോണിനൊരു തീരുമാനമായേനെ. എന്റെ ദൈവമേ, ഏത് സമയത്താണോ നിനക്ക് ഈ കടയിട്ട് തരാൻ തോന്നിയത്? എന്തേ ലച്ചു ചേച്ചി എന്തെന്ന് പറ. ആ എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മാറിയെന്നേ, തൂണിന് എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. ചെറുമോളെ കാണുമ്പോ പറഞ്ഞേക്കണം എന്റെ മുന്നിൽ വന്ന് പെടരുതെന്ന്. പറഞ്ഞേക്കാവേ. பாரு, நீ கடை சொல்லிட்டு ப்ராப்பரா சாப்பிட கூட இல்ல. தண்ணி கூட குடிக்கிறியா நீ? ആന്റി എനിക്കിനി വാട്ടർ ബോട്ടിൽ വാങ്ങിക്കണം, കടയിൽ കൊണ്ടുവരാൻ. അത് നമ്മ വാങ്ങലാം പാരു. ആന്റി ഇപ്പൊ വേനലാണെങ്കിലും മഴ പെയ്യല്ലോ. ஆமா பெய்யும். ഇപ്പൊ കടയുടെ അകത്ത് വെള്ളം കയറൂലേ? ரொம்ப பெரிய மழைனா கொஞ்சம் எல்லாம் ஏறும். அதுக்கு என்ன? അത് ആലോചിക്കുമ്പോ ടെൻഷനാ. ஐயோ டென்ஷன் எல்லாம் வேண்டாம். ரொம்ப பெரிய மழைனா நம்ம இதை பாத்துக்கலாம். ആന്റി ഇപ്പൊ കടയിലെ സ്റ്റോക്ക് എല്ലാം തീർന്നു, നീ വാങ്ങിക്കാം. முழுசா தீர்ந்துதா? அப்படின்னா நம்ம வாங்கலாம். വാങ്ങിക്കണം. സ്റ്റോക്ക് ഒക്കെ തീർന്നെങ്കിലേ വാങ്ങിക്കണം. ലാഭം കിട്ടുന്ന കാശ് കൊണ്ട് വേണം പുതിയ സ്റ്റോക്ക് ഇറക്കാൻ. ഇനിയും കൊറേ പൈസ കിട്ടാനുണ്ട്. അത് പോട്ടെ, ഉള്ളത് കൊണ്ട് മേടിയിര്. ഏറ്റവും കൂടുതൽ പൈസ തരാനുള്ള മിട്ടിച്ചാണ്ട ഇന്ന് വാങ്ങിക്കാൻ കുറച്ച് പാടാ. இந்த மிட்டு சேட்டன் தானே உன்னை ஹெல்ப் பண்றான். അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ട് വാങ്ങിക്കാത്ത. അല്ല, പൈസയ്ക്ക് പകരം പോസ്റ്റർ എഴുതി തന്നെന്നൊക്കെ പറയുന്ന കേട്ടല്ലോ. അതൊക്കെ ചുമ്മാ. ഞാൻ കാശ് എന്തായാലും മേടിച്ചിരിക്കും. വലിയ തേമുട്ടായിക്ക് ഭയങ്കര മാർക്കറ്റാ, അത് കുറച്ച് ഇറക്കണം. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സിപ്പപ്പ് ഇറക്കാനും. ഇപ്പൊ വേനലായോണ്ട് ചപ്പേന്ന് തീരും. പാരു, നീ പെരിയ ബിസിനസ്സുകാരിയായി മാറിയിട്ട്. അല്ല, ഇനി സ്കൂൾ തുറക്കുമ്പോ സ്കൂളിലോട്ടൊന്നും പോകുന്നില്ലേ? വെറുതെ കൊതിപ്പിക്കല്ലേ അമ്മുമ്മേ. ഞാൻ കടയിലോട് ചെല്ലട്ടെ. ആലച്ചോ, ആ കടയുടെ മുതലാളി ഇവിടെ ഉണ്ടായിരുന്നോ? എന്തുവാ? ഒന്നുമില്ല. ആന്റിക്കറിയോ, ഇപ്പൊ റോട്ടിൽ കൂടെ പോയാണ്ടല്ലോ ചിരിച്ച് മനുഷ്യൻ മണ്ണ് തപ്പും. എന്താ? എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്ന? സത്യം പറഞ്ഞുണ്ടല്ലോ, അത് ആര് ചെയ്തതാണെങ്കിലും സാധനം അടിപൊളിയാണ്. என்ன பண்ணாங்க? என்ன நீ சொல்ற? പക്ഷെ കാര്യം പറഞ്ഞ ഒരാൾ ഇവിടെ കിടന്ന് മോങ്ങും. അതെന്തിന്? അതൊക്കെ ഉണ്ട്. சொல்லு ലച്ചു. ഇവിടെ ആരോ സംഘം ചേർന്ന് കടയുടെ പരസ്യ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചേർന്നില്ലേ? ആമാ. എന്തായിരുന്നു അതിനകത്ത് എഴുതിയിരുന്നേ? പാറമടയിലെ പാറുവിന്റെ മിഠായി കടയിലേക്ക് സ്വാഗതം അല്ലേ? ആ പോസ്റ്ററിന് എന്ത് പറ്റി? പോസ്റ്ററിന് എന്ത് പറ്റിയെന്നാ? പാറമടയിലെ പാറുവിന്റെ മിഠായി കട, അതായത് ആ മിഠായി അങ്ങ് പോയിട്ടുണ്ട്. എങ്ക പോച്ചെന്നാ? ആ മിഠായി പോയി ഉടായിപ്പായി. ഉടായിപ്പാ അപ്പടിന്നാ എന്നാ? എന്റെ ഇപ്പൊ അത് വായിക്കാൻ ഭയങ്കര രസാ. അതായത് ആരോ ആ മിഠായി അങ്ങ് മാറ്റിയിട്ട് ഉടായിപ്പ് നാക്കി. അതായത് പാറമടയിലെ പാറുവിന്റെ ഉടായിപ്പ് കടയിലേക്ക് സ്വാഗതം. ആരാണെങ്കിലും വിവരമുള്ളവരാണ് ചെയ്തത്. അമ്മൂമ്മ കണാൻറ്റി ചിരിക്കുന്ന എത്രമാത്രം കഷ്ടപ്പെട്ട അത് ചെയ്താന്നറിയോ?
എന്റെ ലച്ചു, എന്നാലും ഇത് ആരാ ഇത് ചെയ്തേ? പാറു, നീ വരുത്തപ്പെടാതെ നമുക്ക് വേറൊരു പോസ്റ്റർ മറുപടിയും ഒട്ടலாம். എന്തായാലും അത് ചെയ്യണം. ആ ലച്ചു, നീ കൂടെ വാ ലച്ചു. ഞാനൊന്നുമില്ല. അതെന്നെ ലച്ചു, നീ കൂടെ വാ. എന്റെ ഇവക്ക് ഒന്നാമത് സ്നേഹം എന്ന് പറഞ്ഞ സാധനമില്ല, പിന്നെ റെസ്പെക്ട് അത് തീരെയില്ല. ഞാൻ വേണമെങ്കിൽ ഒന്ന് തിരിഞ്ഞു നിൽക്കാം. ഇവള് സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ എന്റെ അടുത്ത് പറയട്ടെ, ചേച്ചി ഒന്ന് വന്ന് സഹായിക്കാൻ, എന്നാ ഞാൻ വരാം. തിരിഞ്ഞു നിൽക്കാവേ. പറഞ്ഞോ പാറു. ചെല്ല്, ചെന്ന് പറ. പാറു சொல்லுமா. സഹായം വേണമെങ്കിൽ മതി. എന്റെ മക്കളൊന്ന് ചെല്ല്, പറ. ചേച്ചി വാ, എന്നെ സഹായിക്ക്. റെസ്പെക്റ്റ് ഇല്ല, ഒന്നും കൂടെ മറുപടിയും சொல்லு. ചേച്ചി വാ, എന്നെ സഹായിക്ക്. കുറച്ചും കൂടെ കെഞ്ചി പറയോ? സ്നേഹത്തോടെ പറ. ചേച്ചി, ചേച്ചിയുടെ മുത്തല്ലേ, ചേച്ചിയുടെ കുഞ്ഞനിതില്ലേ, ചേച്ചി ഒന്ന് സഹായിക്കോ? സോറി. ഇന്നെ സഹായിക്കല്ലേ, ഇത്ര എനിക്ക് മതി. ഇത് ഓക്കെയാണ്. കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.